തലയാട്ടിക്ക് അങ്ങനെയൊന്നും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ഹൈദരാബാദാണ്. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ഗ്ലിംസ് ഒക്കെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ശില്പാരാമം എന്ന് പറഞ്ഞൊരു ക്രാഫ്റ്റ്സ് വില്ലേജിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ആരുടെ കൂടെ അത് ചോദിച്ചാൽ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടായ എവ്ലിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ എക്സാക്ട്ലി ഈ ദിവസം, അതായത് ഈ ദിവസമല്ലേ അല്ല, ഇന്നലെ ആക്ച്വലി ഇറ്റ്സ് ബിൻ 1 year ഞാൻ ലെഫ്റ്റ് ഹൈദരാബാദ്, അല്ല ഞാൻ ലെഫ്റ്റ് ബോംബെ. അവളെ ഇട്ടേച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ആക്ച്വലി 1 year ആയി. സോ അപ്പം ഭയങ്കര കോയിൻസിഡൻ്റലി തന്നെ കറക്റ്റ് 1 year കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ വന്നു വിസിറ്റ് ചെയ്യാൻ. സോ യെസ്, സോ നൗ ഇറ്റ്സ് ഒഫീഷ്യലി ടൈം ടു സ്റ്റാർട്ട് ടു എക്സ്പ്ലോർ ഹൈദരാബാദ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ നടന്ന് പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. കാരണം നല്ല ചൂടാണ്, പിന്നെ നടക്കാനും മടിയാണ്, അതും പറയണമല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടിയാണ്. സോ നമ്മൾ കൂടുതൽ ചൂടാണ്, ആക്ച്വലി നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മൾ ഉരുകും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, വല്ലാണ്ടായി പോകും. അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ ടയേർഡാവും. അതുകൊണ്ട് പിന്നെ നമ്മളോർത്തു ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന്. ഇതായിരിക്കും ബെറ്റർ എന്ന് ഓർത്തപ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 60. സോ നമ്മൾ ഇപ്പം ശില്പാരാമല്ലേ പേര് പറയും, ശില്പാരാമം ക്രാഫ്റ്റ്സ് വില്ലേജിൽ വന്നിരിക്കുകയാണ്. സോ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ എക്സിബിറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫെയർ വിത്ത് സോ മെനി ഐറ്റംസ് ടു ബൈ, സോ മെനി സ്റ്റോൾസ്, ക്ലോത്ത്സ് തൊട്ട് പോട്ടറി എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ആൻഡ് ഓണസ്റ്റ്ലി ഇഫ് യു കമ്മിങ് ടു ഹൈദരാബാദ്, ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഇഫ് യു വോണ്ട് ടു ഷോപ്പ് സംതിങ് ഫ്രം ഹിയർ. സോ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് 60 rupees പെർ അഡൽട്ട് ആൻഡ് 20 rupees. രസമുണ്ട്. അതെന്ത് മെറ്റല്ല? മെറ്റലല്ലേ? മെറ്റല ഇത്, ബോക്സ് മെറ്റൽ. പക്ഷെ രസമുണ്ട്. പക്ഷേ സാരിയൊക്കെ ഇടുമ്പം ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പക്ഷെ ചിലർ പറയുന്നൊക്കെ ഇത് കാലിൽ ഒരെണ്ണമായിട്ട് ഇടും. ആക്ച്വലി എൻ്റെ റൂംമേറ്റിൻ്റെ കാലിലുണ്ട് ഒരെണ്ണമായിട്ട്. ഈ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ इसका प्राइस कितना है? 350. ഇവിടെ ഇങ്ങനെ കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് മെറ്റലിൻ്റെ ഇതൊക്കെ നല്ല നല്ല യുണീക്ക് പീസസ് ആയിരിക്കും ഇതൊക്കെ. ഇത് നമ്മുടെ മറ്റേ റിങ്, ഇത് 150 രൂപയുള്ളൂ. ഇത് കൊള്ളാമല്ലോ. അതിൻ്റെ സ്പെഷ്യാലിറ്റി റിയൽ പേൾസ് ആണ്. ये ओरिजिनल है क्या? ഒറിജിനൽ ആണെന്നാണ് പറയുന്നത്, നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഒറിജിനൽ ആയി 1500 to 1,20,000 രൂപ വരെയുള്ള വിലയുള്ള പേൾസ് ഉണ്ട്. ഓക്കെ. ആള് പറയുന്ന വെച്ചാൽ നമുക്ക് ചൂടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇന്നർ ഹീറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കൂളാക്കും. ടൈഗറെ പറ്റി ഞാൻ കേട്ടു. ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം എന്തായാലും വാങ്ങും ഗൈസ്. ये कितने का है? പെർ പീസ് 50. ഇവിടെ കൂടുതൽ അവർ ചോദിക്കുന്നത്. നമ്മൾ പറ്റിപ്പാണ് ഗൈസ്. നമുക്കിപ്പം അപ്പുറത്ത് പോവാം. കാരണം നമ്മൾ മുമ്പ് ഒരു കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് 30 rupees, ഇവിടെ പറഞ്ഞത് 50 rupees. സോ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിവിടെ വന്നാലും നല്ലോണം ബാർഗെയിൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവിന് സാധനങ്ങൾ കിട്ടും. ഇത് കുറേ പെയിൻറ്റിങ്സ് ആണ്. എനിക്ക് തോന്നുന്നത് മ്യൂറൽ പെയിൻറ്റിങ്സ് പോലത്തെ പെയിൻറ്റിങ്സ് ആണ്. മ്യൂറൽ പെയിൻറ്റിങ്സ് ആയിക്കാ ये वाला पेंटिंग ये मधुबनी पेंटिंग है। मधुबनी
സോറി മ്യൂറൽ അല്ല മധുബാനി പെയിന്റ്. 50-60 റുപ്പീസിനൊക്കെ കിട്ടും. ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഒരു 250-300 റേഞ്ച് ആണ് സാധാരണ വരുന്നത്. ഇത് ഈ തിക്നെസ് കൂടുന്തോറും പ്രൈസ് കൂടും. ഇതെനിക്കൊന്ന് 500 ആണെന്ന് പറഞ്ഞു. രസമുണ്ട്. ചെയ്യിപ്പിക്കുന്നില്ലല്ലേ ചാർമിന. ഇങ്ങോട്ട് നോക്കൂ, വെയിലടിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകും. അത്ര നേരത്തെ ഷോ ഉണ്ടായിരുന്നു. ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ വിചാരിച്ച ഏതോ വലിയ യൂട്യൂബർ എന്നൊക്കെ. കാരണം എൻ്റെ ഈ ഫോണ് മൈക്ക് അതൊക്കെ ഉള്ളതുകൊണ്ട് ആകെ 50 പേരല്ലേ ഉള്ളൂ എന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഇത് ആക്ച്വലി നല്ല റേറ്റ്. ഇത് മറ്റേ തലയാട്ടുന്ന പാവയല്ലേ, എന്താ പറഞ്ഞ ബൊമ്മക്കുൽസോ? അയ്യോ എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന്. ബൊമ്മക്കൊല്ലു. ആ ബൊമ്മക്കൊല്ലുസൂന്ന്, സോറി ഗൈസ്. ബൊമ്മക്കുലു മറ്റേ ഇങ്ങനെ തലയാട്ടുന്ന തഞ്ചാവൂർ. പിന്നെ അങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് പോയി തലയാട്ടിക്കുക അങ്ങനെയൊന്ന്. ഇത് വേറെ എന്താ പോലെയാണ് ഗൈസ്. ഇത് ബൊമ്മക്കുൽസ് ഒന്നുമല്ല, ബൊമ്മക്കുലു ഫ്രം മീഷോ. ഇതൊരു വെറൈറ്റി ഷേപ്പാണ്. ആ അതും കൊള്ളാം. എനിക്ക് ആ ജിമുക്കിയുടെ ഐറ്റം, കാരണം പണ്ട് അത് ഭയങ്കര കുറേ പേര് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു, പിന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുണ്ട്, ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ബോൾ ടൈപ്പ് പോലത്തെ നല്ല. ഇതെനിക്ക് തോന്നുന്നു പെയിൻറ്റിങ് അവർ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഹൈദരാബാദ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെയാണെങ്കിൽ നോക്കുവാണെങ്കിൽ എലിഫൻറ്റിൻ്റെ കുറേ മിനിയേച്ചർ പീസസ് ഇതാക്കുന്നത്. ये क्या है? परफ्यूम बोतल है क्या? हाँ, सब आप पेंट करते हैं? हाँ, आपका फैमिली ट्रेडिशन है क्या ऐसा? हाँ, അല്ലല്ല അപ്പം ഇങ്ങനെയായിട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കി ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നല്ല ഡിഫൈനായിട്ട് കഴുകാൻ. പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ വുഡൻ ഫിനിഷിലുള്ള കുറേ പാത്രങ്ങൾ, യൂട്ടൻസിൽസ് അതൊക്കെ ഉണ്ട്. ഫ്ലവർ വേസസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ. മിററാണെങ്കിൽ കുറേ നല്ല വിൻറ്റേജ് ഐറ്റംസ്, ക്രാഫ്റ്റ് മെയ്ഡ് ഐറ്റംസ്. നിങ്ങൾ വീടൊക്കെ പുതിയത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാം അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ നോക്കാം. ഭയങ്കര ഡെഫിനേഷൻസ് അതിൻ്റെ ഒക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നും ചെയ്തില്ല, പക്ഷെ നല്ല ചൂടായിരുന്നു. ഭയങ്കര ടയറിങ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഗോൾക്കൊണ്ട ക്യാൻസൽ ആക്കിയാലോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർമിനാർ മാത്രമേ പോയിട്ടുള്ളൂ. കാരണം ഭയങ്കര ചൂട്. മഴയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല. ഇവിടുത്തെ എല്ലാ റോഡ്സും കാര്യങ്ങളും എല്ലാം ബ്ലോക്കായി. പിന്നെ എങ്ങും പോകാൻ പറ്റില്ല, പുറത്തേ പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് പിന്നെ ഡിസംബർ നവംബർ ആ ടൈം തണുപ്പാണ്, നമുക്ക് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആ ടൈം. പക്ഷേ ആ സമയത്ത് കൺസിഡറിങ് ക്രിസ്മസ്, ന്യൂ ഇയർ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് മച്ച് മോർ എക്സ്പെൻസീവ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ചൂടൊക്കെ സഹിക്കേണ്ടി വരും ഇതുപോലെ. പിന്നെ നിങ്ങൾ വൈകിട്ട് ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈവനിങ് വേറെ പ്ലാൻസ്. ക്രാഫ്റ്റ്സ് വില്ലേജ് ആക്ച്വലി ഒരു നൈറ്റ് 8 o'clock വരെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഈവനിങ് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഇല്ല എങ്കിൽ ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ ചൂടൊക്കെ ആറി എന്താ സൂര്യൻ്റെ കസ്തം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ യു ക്യാൻ കം ആൻഡ് ഇറ്റ്സ് മച്ച് മോർ റിലാക്സിങ്. നമ്മുടെ മറ്റേ ഗ്രാമഫോൺ, ഇത് ഗ്രാമഫോൺ അല്ലേ? പഴയ ഗ്രാമഫോണൊക്കെ കുറേ വിൻറ്റേജ് ഐറ്റംസ് ഉണ്ട് കേട്ടോ.
ഗ്രാമഫോണ്, പ്രത്യേകിച്ചൊരു പഴയ ഒരു വിൻറ്റേജ് ഹൗസ് സെറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ല. അങ്ങനെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, അതെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഒത്തിരി ആയിട്ടുണ്ട്. എന്തോരം കളക്ഷൻസ് ആണെന്ന് നോക്കിക്കേ. പക്ഷെ എല്ലാം സെയിം ഐറ്റംസ് ആണ്. പക്ഷെ ഒരുപാട് അതിൻ്റെ ഷോപ്സ് ഉണ്ട്. ഒരുപാട് മറ്റേ നമ്മൾ ധൂപക്കുറ്റിയൊക്കെ വെക്കത്തില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ബൊമ്മക്കുലുവിൻ്റെ ഒരു ഇത് എൻട്രൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ആർട്ടിസ്ട്രിയുടെ സ്ഥലമാണ്. ഇത് വേറെന്തോ ഗാർഡനും അങ്ങനെ എന്തോ. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് പിസ്ത ഹൗസിൽ നല്ല ബിരിയാണി കിട്ടുമെന്ന് ഇവള് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇപ്പം തന്നെ 4 മണി. ഹൈദരാബാദിലെ ബെസ്റ്റ് ബിരിയാണി, ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് ദ ബിരിയാണീസ് ദാറ്റ് യു മസ്റ്റ് ട്രൈ. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ പോകും. കാരണം നമ്മളിപ്പോൾ കഴിച്ചിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോൾ കഴിച്ചേ. അപ്പോൾ ഇനിയിപ്പോൾ 4 മണിയായപ്പോൾ ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പിസ്ത ഹൗസിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര ക്യൂ. ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു ഗെറ്റ് ബിരിയാണീസ് ഫ്രം ഹൈദരാബാദ്. ഇവിടുത്തെ അനന്തർ മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ആപ്രിക്കോട്ട് ഡിലൈറ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കഴിക്കണം, അത് കഴിക്കാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെ പൊതുവെ എപ്പോഴും നല്ല തിരക്കാണ്. ഈ ഇപ്പം ഞങ്ങൾ 4 മണി സമയത്താണ് ബിരിയാണിയൊക്കെ വന്നത്, നിങ്ങൾ ഓർക്കണം. എന്നിട്ടും ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. പ്രോബബ്ലി ഒരു 10-15 മിനിറ്റിൽ കയറാൻ പറ്റുമായിരിക്കും. ഭയങ്കര തിരക്കാണ്. നമ്മൾ മറ്റേ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. മോസ്റ്റ്ലി ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണുന്ന സിസ്റ്റം തന്നെ എല്ലായിടത്തും. ഈ ശതാബുണ്ടല്ലോ, ചാർമിനാറിനവിടെ പോയി കഴിഞ്ഞാൽ അതിൽ മൈ ഗോഡ്, നമ്മളൊക്കെ ചിലപ്പോൾ ഒരു കഴിക്കണമെന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങിപ്പോവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടതും അല്ലെങ്കിൽ മിസ്സായി പോവരുതാത്ത കാര്യവും ബിരിയാണി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഹലീമും നല്ലതല്ലേ? പിസ്ത ഹൗസിലെ ഹലീം നല്ല. പക്ഷെ ഇപ്പം റമദാൻ ടൈമിലാണ് പൊതുവെ ഹലീം ഏറ്റവും കോമൺ ആയിട്ട് എവിടെയും കിട്ടുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ ഇങ്ങനെ സീസണലായിട്ട് ഞാൻ കാണാറുണ്ട്. ഇനിയിപ്പോൾ എനിക്കതിൽ കഴിഞ്ഞ ദിവസം മറ്റേ നമുക്ക് ചെറിയ പെരുന്നാളുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇനി മേ ബി ഈ ഒരു വീക്ക് മേ ബി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മേളിൽ മെനു കാണുമ്പോഴേ അറിയാം. ഉണ്ടെങ്കിൽ നമ്മൾ അതും ട്രൈ ചെയ്യും. പിന്നെ ആപ്രിക്കോട്ട് ഡിലൈറ്റ്, പിന്നെ ബിരിയാണി. അപ്പോൾ നമുക്കിനി കഴിക്കുമ്പോൾ കാണാം. നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആപ്രിക്കോട്ട് ഡിലൈറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം അത് ഭയങ്കര സ്വീറ്റായിരുന്നു. ഞാൻ അത്ര സ്വീറ്റ് പേഴ്സൺ അല്ല. ഈവൻ ദോ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിക്കുമെങ്കിലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന റിവ്യൂ പറയുന്നുണ്ടായിരുന്നു വലിയ കാര്യത്തിൽ. പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ മണ്ടത്തരമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അതും വിട്ടുപോയി. ഇത്രയും തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അങ്ങനെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വലിയ കാര്യത്തിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പിസ്ത ഹൗസിൽ ഇരുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അതിൻ്റെ മാനേജറാണെന്ന് തോന്നുന്നു. മാനേജർ എന്തോ നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ വന്ന് മൈക്കും ഫോണും ഒക്കെ ആയിട്ട് ഭയങ്കര ഷോ കാണിക്കുവാണല്ലോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് വ്ളോഗറാണോ? അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വ്ളോഗറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് പറയാൻ ഇതിനൊക്കെ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ആൾക്കാർ വന്ന് ഒരുപാട് ഇത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്തോ വലിയ വ്ളോഗറാണ്, ഫുഡ് റിവ്യൂ ഒക്കെ എടുക്കുവാന്ന്. പക്ഷേ എൻ്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷേ ഞാൻ പുള്ളിയോട് അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയാമെന്നൊക്കെ ജാടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്ത ബിരിയാണി ആയിരുന്നു. അതും അത്യാവശ്യം നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. ഹൈദരാബാദി ബിരിയാണി വേറൊരു ടേസ്റ്റാണല്ലോ. അതിൽ എനിക്ക് കഴിച്ച ഹൈദരാബാദി ബിരിയാണിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയായിരുന്നു. പിന്നെ അത് കഴിച്ചു. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാര്യമായിട്ട് ഞാൻ ഷൂട്ടും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊന്ന് പുറത്തൊന്നും നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പോയിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കുറേ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.